വാ മോളെ. നീലിമേ, തന്റെ തറവാടിന്റെ പ്രൗഢി കാണിക്കുന്ന ഒരു അമൂല്യ വസ്തു എനിക്ക് സമ്മാനിക്കാമെന്ന് സമ്മതിച്ചിരിക്കുക ഐശ്വര്യ. ഐശ്വര്യ പറഞ്ഞത് വാസ്തവോ? വളരെ കാലമായി നമ്മൾ നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് വിളിപ്പിച്ചത്. ആ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വീട്ടിലെ മൂത്ത മരുമകളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്റെ സഹോദരന്റെ മകൾ അനസൂയ. പക്ഷേ എന്റെ മകന് ഇടക്കാലത്ത് അവന്റേതായ ഒരു ഇഷ്ടമുണ്ടായി. പിന്നെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ അവൻ ഐശ്വര്യലക്ഷ്മിയെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവന്നു. ഇതെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ രമേ? ഇതെല്ലാം വീണ്ടും വിളിച്ചു പറയുന്ന എന്തിനാ? ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യത്തിന് ഇങ്ങനെ ഒരു മുഖവുര ആവശ്യമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ഈ രമാദേവിയുടെ ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ കാര്യകാരണങ്ങളുണ്ടാവും. മറ്റുള്ളവർക്കെല്ലാം അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടായാൽ മാത്രം മതി. തറവാട്ട് മഹിമയും പേരും പെരുമയും ഒന്നുമില്ലാത്ത ഒരു അനാഥ പെണ്ണിനെയാണ് അർജുൻ തന്റെ ഭാര്യയായിട്ട് തെരഞ്ഞെടുത്തത്. ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്ത അർജുൻ അവന്റെ ഇഷ്ടത്തിനൊത്ത ഒരു സാധാരണ പെൺകുട്ടിയെ മാത്രമല്ല തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്, ഈ രമാദേവിയുടെ അന്തസ്സിനൊത്ത ഒരു മരുമകളെ കൂടിയാണെന്ന കാര്യം അവൻ ഓർത്തില്ല എന്നതാ. അതുകൊണ്ട് ഞാനിവളെ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ അനസൂയ തന്നെയായിരുന്നു. എന്നാൽ തന്റെ തറവാട്ട് മഹിമ തെളിയിക്കാൻ താൻ തയ്യാറാണെന്നും താൻ അനാഥയല്ലെന്ന് തെളിയിക്കുമെന്നും ഐശ്വര്യ എന്നോട് പറഞ്ഞു. എന്താ ഐശ്വര്യ, നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞു. നീ ആ പറഞ്ഞത് കാര്യമായിട്ടാണെങ്കിൽ നിനക്കത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ കുലമഹിമയും തറവാട്ട് മഹിമയും നീ തെളിയിക്കണം. നീ ഒരു അനാഥ പെണ്ണല്ല, രാജകുടുംബാംഗമാണെന്നും നിനക്ക് തെളിയിക്കാൻ സാധിച്ചാൽ നിന്നെ ഈ വീട്ടിലെ മരുമകളായി, അതായത് ഈ രമാദേവിയുടെ മരുമകളായി ഞാൻ പരസ്യമായിട്ട് അംഗീകരിക്കും. ഇതൊരു മാതിരി മാറ്റിയെടുത്തപ്പോ. വാ മോളെ. നീലിമേ, തന്റെ തറവാടിന്റെ പ്രൗഢി കാണിക്കുന്ന ഒരു അമൂല്യ വസ്തു എനിക്ക് സമ്മാനിക്കാമെന്ന് സമ്മതിച്ചിരിക്കുക ഐശ്വര്യ. മണിമാലയെ കുറിച്ചായിരിക്കും ഇവള് പറഞ്ഞത്. എന്നെ കൊന്നാലും ആ മണിമാല ഞാൻ ഇവൾക്ക് കൊടുക്കില്ല. ഇതറിഞ്ഞിട്ട് എന്ത് ധൈര്യത്തിലായിരിക്കും മണിമാല ഈ രമാദേവിക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? എന്തോന്ന് ഇവള് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാ. സൂക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും ഇവള് തനിനിറം കാണിക്കും, അതുറപ്പാ. മിഥുനത്തിലെ പൂരം നാളിൽ അർജുന്റെ പിറന്നാളാ. അന്ന് എന്റെ മരുമകൾ എനിക്കാ ഉപഹാരം നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഐശ്വര്യ തന്റെ വാക്ക് പാലിച്ചാൽ ഈ രമാദേവിയും അവൾക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കും.
ഹോം മിനിസ്റ്ററെ അടക്കം എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അർജുനും ഐശ്വര്യയ്ക്കും വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ നടത്തും. അതും രാജകീയമായിട്ട് നടത്തും. കൊള്ളാൻ രമേ, വളരെ നല്ലൊരു തീരുമാനമാണിത്. കുറച്ചുകൂടെ നേരത്തെ നടത്തേണ്ടതായിരുന്നു. സാരമില്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അഡ്വാൻസ് കൺഗ്രാറ്റ്സ്. ഐശ്വര്യ വാക്ക് പാലിച്ചാൽ ഈ രമാദേവിയും വാക്ക് പാലിക്കും. ഐശ്വര്യയുടെയും അർജുന്റെയും വിവാഹത്തിന്റെ റിസപ്ഷൻ നാടൊട്ടുക്കും അറിയിച്ചുകൊണ്ട് ആർഭാടമായിട്ട് ഞാൻ നടത്തും. ഈ പറഞ്ഞതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ എന്തു വേണോന്ന് അവൾക്കറിയാം. അല്ലേ ഐശ്വര്യ? എന്റെ ഈ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളത് പരസ്യമായി ഞാൻ പറഞ്ഞ നിലയ്ക്ക് ഈ ചോദ്യത്തിന്റെ മറുപടിയും നീ പരസ്യമായിട്ട് പറയണം. അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ എന്നോട് പറയണം. ഒരു എതിർപ്പും കൂടാതെ ഞാൻ അതനുസരിച്ചിരിക്കും. ഇക്കാര്യം എല്ലാവരെയും അറിയിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. ഇതിന്റെ ബാക്കി നടക്കാൻ പോകുന്ന ഫംഗ്ഷന് നമുക്കറിയാം. കുഞ്ഞോളെ, എന്താണ് ഇതെല്ലാം? ഞങ്ങളെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഒടുവിൽ ചതിക്കാണോ? എന്തൊക്കെ ചെയ്താലും എന്തെല്ലാം സംഭവിച്ചാലും ഈ വീട്ടിലെ മൂത്ത മരുമകള് ഞാനായിരിക്കുമെന്ന് അമ്മായിയല്ലേ എനിക്ക് വാക്ക് തന്നത്. ഇപ്പൊ അവളെ മൂത്ത മരുമകളായി അംഗീകരിച്ചുകൊണ്ട് ഫംഗ്ഷൻ നടത്താൻ പോവുകയാണോ? എങ്കിൽ പിന്നെ അമ്മായി എന്തിനാ എന്നെ വെറുതെ മോഹിപ്പിച്ചത്? ഇങ്ങനെ വേദനിപ്പിക്കുക മാത്രം എന്റെ മോള് നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? എന്തായാലും ഇത് കടുത്ത ചതിയായി പോയി. ഇത് ഇനി ഇളിമ സഹിക്കില്ല. കുറച്ചു കഴിഞ്ഞോ? നിങ്ങൾ 3 പേരും അവസാനിപ്പിച്ചാൽ ഞാനൊരു കാര്യം പറയാം. നടക്കാൻ പോകുന്ന ഫംഗ്ഷന് രാജകൊട്ടാരത്തിന്റെ അടയാളമായ ആ മണിമാല എനിക്ക് സമ്മാനിക്കാമെന്നാണ് ഐശ്വര്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.